അഗ്നിവാളിൻ്റെ കഥ. കാലങ്ങൾക്ക് മുമ്പ് മലകളും നദികളും കൊണ്ട് ചുറ്റപ്പെട്ട അമൃതപുരി എന്നൊരു മനോഹരമായ രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തെ കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു ദിവ്യ ആയുധമായിരുന്നു അഗ്നിവാൾ. പക്ഷേ ഒരു ദിവസം അഗ്നിവാൾ കാണാതായി. അന്നേരം കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഭയങ്കര അസുരൻ, കാളാന്തകാസുരൻ. അവൻ മഴ നിർത്തി, നദികൾ ഉണങ്ങി, ജനങ്ങൾ ഭയപ്പെട്ടു. രാജാവിൻ്റെ സൈന്യത്തിന് അവനെ തോൽപ്പിക്കാനായില്ല. അപ്പോൾ കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവ സന്യാസി രാജധാനിയിലെത്തി. അദ്ദേഹത്തിൻ്റെ പേര് ആര്യൻ. അദ്ദേഹം പറഞ്ഞു, അഗ്നിവാൾ ഇപ്പോഴുമുണ്ട്, ശുദ്ധ ഹൃദയമുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കൂ. മലമുകളിലെ പഴയ ക്ഷേത്രത്തിലേക്ക് ആര്യൻ പോയി. അവിടെ ആര്യനെ 3 പരീക്ഷകൾ കാത്തിരുന്നു. ഭയം ജയിക്കുക, മോഹം ജയിക്കുക, ക്രോധം ജയിക്കുക. ആര്യൻ ഭയപ്പെട്ടില്ല. ആര്യൻ 3 പരീക്ഷകളിലും വിജയിച്ചു. അപ്പോൾ അവൻ്റെ മുന്നിൽ പ്രകാശിച്ചു അഗ്നിവാൾ. അഗ്നിവാൾ കയ്യിൽ പിടിച്ച ആര്യൻ അസുരനെ നേരിട്ടു. വലിയ യുദ്ധം നടന്നു. ഭൂമി കുലുങ്ങി, ആകാശം മുഴങ്ങി. അവസാനം അഗ്നിവാളിൻ്റെ ജ്വാല അസുരനെ ചുട്ടു നശിപ്പിച്ചു. വീണ്ടും മഴ പെയ്തു. ജനങ്ങൾ സന്തോഷിച്ചു. ആര്യനെ രാജാവാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ആര്യൻ അത് നിരസിച്ചു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ധർമ്മം നിലനിൽക്കുന്നിടത്താണ് എൻ്റെ വിജയം. അങ്ങനെ യഥാർത്ഥ വീരൻ കാട്ടിലേക്ക് മടങ്ങി. ശക്തിയേക്കാൾ മഹത്തായത് ശുദ്ധ ഹൃദയം. നന്ദി, നമസ്കാരം.